എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC എറിഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി PSC എറിഡോസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും പുതിയ സമ്മാനമാണ് ICDS റാങ്ക് ഫയൽ. അപ്പോൾ ഈ ICDS സൂപ്പർവൈസർ എഴുതുന്ന കുട്ടികൾക്ക് ഏറ്റവും ഫലപ്രദമായ ഈ സമയത്ത് ഉപകരിക്കുന്ന ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയലാണ് ഈ ICDS സൂപ്പർവൈസർ റാങ്ക് ഫയൽ. ഞങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ച് ഒരു 3 ദിവസം മാത്രമാണ് നാളിതുവരെ പിന്നിടുന്നത്. ഒരു 3 ദിവസങ്ങൾക്ക് പിറകിലാണ് ഞങ്ങൾ ഈ ഒരു റാങ്ക് ഫയൽ പ്രസിദ്ധീകരിക്കുന്നത്. അതും ഒരു PDF ഫയലായാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങളിൽ നിന്നുണ്ടായ ഒരു സ്വീകാര്യത അതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം ശ്രദ്ധിക്കപ്പെട്ടത്. ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് അപ്പുറത്തേക്ക് ഇത്രയും വലിയൊരു മൗത്ത് പബ്ലിസിറ്റി കൊടുത്ത് ഇത്രയും വലിയൊരു വിജയമാക്കി തീർത്തതിന് നിങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായി നന്ദി രേഖപ്പെടുത്തുന്നു. കാര്യം നിങ്ങളൊരു മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രമാണ് ഒരു 3 ദിവസങ്ങൾക്കിപ്പുറം ഒരു PDF ഫയലിലുള്ള ഒരു റാങ്ക് ഫയലിന് ഇത്രത്തോളം പ്രാധാന്യം കിട്ടുന്നത്, ഇത്രത്തോളം സ്വീകാര്യത കിട്ടുന്നത്. അതിന് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായും എറിഡോസ് എന്ന ചാനലിൻ്റെ ഭാഗത്തു നിന്നും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു റാങ്ക് ഫയലുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്ന എൻക്വയറികളെ, സംശയങ്ങളെ അണിനിരത്തുമ്പോൾ 7ഓളം പ്രധാനമായ സംശയങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് 7 ചോദ്യങ്ങളെ മുൻനിർത്തി ഒരു വീഡിയോ ആയി ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇത്തരത്തിലൊരു വീഡിയോ രൂപത്തിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്കും ഈ ഒരു വീഡിയോ പുതുതായി കാണുന്ന അല്ലെങ്കിൽ ഈ റാങ്ക് ഫയലിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരു അവസരമാണ്. ഈ റാങ്ക് ഫയൽ എന്താണെന്ന് അറിയാനും അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്നറിയുവാനും ഉള്ളൊരു അവസരം കൂടിയാണിത്. നമുക്ക് ആ ചോദ്യങ്ങളെ ഓരോന്നായി വിലയിരുത്താം. ഒന്നാമത്തെ ചോദ്യം, ഇതൊരു ബുക്ക്ലെറ്റാണോ അല്ലെങ്കിൽ ഇതൊരു റാങ്ക് ഫയലാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു ഹാർഡ് കോപ്പിയാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, അതിനുള്ള ഉത്തരം ഇതാണ്. ഇതൊരു സോഫ്റ്റ് കോപ്പിയാണ്. ഇതൊരു ഹാർഡ് കോപ്പി അല്ല. പൂർണ്ണമായും ബുക്ക്ലെറ്റ് രൂപത്തിൽ പോസ്റ്റൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ബുക്ക്ലെറ്റ് രൂപത്തിൽ പ്രിൻ്റ് ചെയ്ത് ബൈ പോസ്റ്റിൽ നിങ്ങളിലേക്ക് എത്തുമ്പോൾ സമയം അതിക്രമിച്ചിട്ടുണ്ടാവും. കേവലം 50 ദിവസം മാത്രം ബാക്കി നിൽക്കെ അത്തരമൊരു സാഹസത്തിന് ഞങ്ങൾ മുതിർന്നില്ല. കാര്യം ഏറ്റവും ഇൻസ്റ്റൻ്റായി അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഈ ഒരു സാധനം എത്തുക, ഏറ്റവും സമയബന്ധമായി നിങ്ങൾക്ക് അത് പഠിച്ചു തീർക്കാൻ സാധിക്കുക, അതിന് ഏറ്റവും ഉതകുന്നത് ഒരു റാങ്ക് ഫയൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു PDF ഫോർമാറ്റ് തന്നെയാണ്. ഇനി രണ്ടാമത് ഏറ്റവും കൂടുതൽ ചോദ്യം, പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയതാണോ, എല്ലാ നോട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. പൂർണ്ണമായും PSCയുടെ പുതുക്കിയ പരിഷ്കരിച്ച സിലബസിനെ സമഗ്രമായി വിശകലനം ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ, പൂർണ്ണമായും പുതിയ സിലബസിനോട് നീതി പുലർത്തിയ ഒരു റാങ്ക് ഫയൽ കൂടിയാണ് ICDS റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായും ഇത് പൂർണ്ണമായും ആ സിലബസിനെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സിലബസ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം ഏറ്റവും ഇമ്പോർട്ടൻ്റായ ടോപ്പിക്കുകളെ അത്തരത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടും മാർക്ക് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ടോപ്പിക്കുകളെ അതേ പ്രാധാന്യം ഉൾക്കൊണ്ടുമാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. കൃത്യമായും ഇത് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏകദേശം പുതിയ സിലബസിനെ പൂർണ്ണമായും കൈകാര്യം ചെയ്യാൻ സാധിക്കും. ആ പൂർണ്ണമായും പുതിയ സിലബസിനോട് നീതി പുലർത്താൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യം ഉണ്ട്. ഇനി മൂന്നാമത് വന്നൊരു ചോദ്യം, എത്ര പേജസാണ് ഈ റാങ്ക് ഫയലിൽ ഉൾപ്പെടുന്നത്, ഇതിൽ ടെസ്റ്റ് സീരീസ് ഉണ്ടോ, മോഡൽ എക്സാം ഉണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യം. ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത് ഏകദേശം 730ഓളം പേജസിലായാണ് ഈ ഒരു റാങ്ക് ഫയൽ ഉൾപ്പെടുന്നത്. ഓരോ ടോപ്പിക്കിന് ശേഷവും ഓരോ സബ്ജക്റ്റിന് ശേഷവും MCQ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മോഡൽ എക്സാം, PYQ, ചോദ്യപേപ്പർ, അങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ അടങ്ങിയതാണ് ഈ ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിന് ശേഷവും നിങ്ങളുടെ ടോപ്പിക്ക് നിങ്ങൾ എത്രത്തോളം പഠിച്ചു, നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലായി എന്നറിയാൻ MCQ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിന് ശേഷവും അതിനെ വിലയിരുത്താനായി MCQ ഉണ്ട്. അപ്പോൾ ഇതിന് പുറമേ ആണ് ഈ മുഴുവൻ പഠിച്ച ടോപ്പിക്കുകളെയും സബ്ജക്റ്റുകളെയും വിലയിരുത്താൻ മോഡൽ എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ മുൻകാല ചോദ്യപേപ്പർ വിശകലനം ചെയ്യാൻ PYQ സീരീസ് ഉണ്ട്. ഇതിനെല്ലാം പുറമേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു ഉദ്യോഗാർത്ഥി ഇത് പഠിച്ചിട്ട് മാത്രമേ എക്സാം ഹാളിലേക്ക് പോകാവൂ എന്നുള്ള കാര്യങ്ങളെ
ഒരു ബോക്സിലായി ഹോട്ട് ടോപ്പിക് ബോക്സ് എന്ന രീതിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും സിലബസിനെ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് ചോദ്യപേപ്പറാണെങ്കിൽ ചോദ്യപേപ്പർ, എക്സാം സീരീസ് ആണ് എക്സാം സീരീസ് ചെയ്ത് പരിശീലിക്കാൻ അങ്ങനെ പൂർണ്ണമായും ഒരു ഉദ്യോഗാർത്ഥി എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ ഏതെല്ലാം രീതിയിൽ അവൻ തയ്യാറെടുക്കണം അതെല്ലാം ഈ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വസ്തുത. ഇനി അടുത്തൊരു ചോദ്യമായി വന്നിരിക്കുന്നത് ഈ റാങ്ക് ഫയലിൻ്റെ പ്രൈസ് എത്രയാണ്, ഫീ കൺസെഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ ചോദിച്ചൊരു ചോദ്യമാണ്. തീർച്ചയായും ഇതിൻ്റെ പ്രൈസ് വരുന്നത് 500 രൂപയാണ്. എന്നാൽ ഇതിൻ്റെ ഫീസിനപ്പുറം നിങ്ങൾ സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഞെരുക്കങ്ങളോ നേരിടുന്നൊരു ഉദ്യോഗാർത്ഥിയാണ്, അല്ലെങ്കിൽ ഈ സമയത്ത് അത്രത്തോളം പൈസ ചിലവഴിക്കാൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ, മെസ്സേജ് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അവരോട് ഈ ഒരു കാര്യം പറയാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായും അവരോട് പറയാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഫീ കൺസിഡർ ഉണ്ടായിരിക്കും. ഉറപ്പായും ഏറ്റവും ചെറിയൊരു എമൗണ്ട് മാത്രമായിരിക്കും നിങ്ങൾ ഈടാക്കുന്നത്. മുൻകാലങ്ങളിൽ ഇത് ഞങ്ങളോട് ആവശ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ആ ഒരു നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും നിങ്ങളുടെ പൈസ പൂർണ്ണമായും പിടിച്ചു പറിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചിലവാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ അതേ മാന്യതയോടുകൂടി അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് ഉറപ്പായും നിങ്ങൾക്ക് ഫീ കൺസെഷൻ ഉണ്ട്. നിങ്ങൾക്കത് കൃത്യമായും പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിക്കാവുന്നതാണ്. ആ ഒരു ഫീ കൺസെഷൻ തീർച്ചയായും നിങ്ങൾക്ക് ആ സമയത്ത് ഉറപ്പായും ലഭിക്കുന്നതാണ്. ആ ഒരു ഫീ കൺസെഷൻ തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതും ഈ സമയത്ത് നിങ്ങളോട് പറയുന്നു. ഇനി അടുത്തതായി വന്നൊരു ചോദ്യമാണ്. പുതുതായി PSC നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച 236/2024 അംഗൻവാടി ജീവനക്കാരിൽ നിന്നുമുള്ള നിയമനം, അവർക്കുള്ള നിയമനത്തിലേക്കുള്ള നോട്ടിഫിക്കേഷന് ഈ ഒരു ബുക്ക് ഉപകാരപ്പെടുമോ എന്നുള്ളതാണ്. തീർച്ചയായും അംഗൻവാടി ജീവനക്കാരിൽ നിന്നുള്ള ICD സൂപ്പർവൈസറുകളുടെ നിയമനത്തിന് തീർച്ചയായും നിങ്ങൾക്കും ഇതേ സിലബസ് തന്നെ ആയിരിക്കും. ഇനിയുള്ള ദിവസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇനിയും ദിവസം ഉണ്ടല്ലോ, ഡേറ്റ് പ്രഖ്യാപിച്ചില്ലല്ലോ, ഡേറ്റ് വന്നിട്ട് നമുക്ക് പഠിക്കാം എന്നൊക്കെ ഇരിക്കരുത്. ഉറപ്പായും നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമാക്കുക ഈ ഒരു ICDSE റാങ്ക് ഫയൽ. തീർച്ചയായും നിങ്ങൾക്കും നല്ലൊരു വിജയം ഈ ഒരു റാങ്ക് ഫയലോടെ കരസ്ഥമാക്കാൻ സാധിക്കും, ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുമെന്ന് തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തീർച്ചയായും 236/2024 അംഗനവാടി ജീവനക്കാരിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമാക്കാവുന്നതാണ്. ഉറപ്പായും നിങ്ങൾക്കും ഇത് തീർച്ചയായും ഉപകാരപ്പെടും. ഇനി വന്നൊരു പ്രധാനമായൊരു ചോദ്യം എന്ന് പറയുന്നത് PO കോഴ്സ്, അതായത് പ്രൊബേഷണറി ഓഫീസ് കോഴ്സ് തുടങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ റാങ്ക് ഫയൽ POയുമായി ബന്ധപ്പെട്ട റാങ്ക് ഫയൽ ഞങ്ങൾ പുറത്തിറക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ആലോചനയില്ല. POയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സോ റാങ്ക് ഫയലോ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി സിലബസ് പരിഷ്കരിച്ചതിന് ശേഷം കഴിഞ്ഞ കുറേ നാളുകളായി ഇതിൻ്റെ പിറകിലായിരുന്നു. ICD സൂപ്പർവൈസറിൻ്റെ റാങ്ക് ഫയലിൻ്റെ പിറകിലായിരുന്നു. സ്വാഭാവികമായി ഇനി ഞങ്ങൾ കൂടുതലായി ഊന്നൽ കൊടുക്കുന്നത് ഞങ്ങളുടെ കോഴ്സുകൾ സ്വീകരിച്ചു വന്ന കുറച്ചധികം ഉദ്യോഗാർത്ഥികളുണ്ട്. നമ്മുടെ കോഴ്സുകൾ പഠിക്കുന്ന കുറച്ചധികം ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കാണ് ഇനി നമ്മൾ കുറച്ചധികം മുൻകരുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇനി ഏറ്റവും അവസാന ചോദ്യം, PSC എൽഡോസിൻ്റെ ICDS കോഴ്സിൽ ഇനി ചേരാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നിലവിൽ PSC എൽഡോസിൻ്റെ ഭാഗത്തു നിന്നും ICDS സൂപ്പർവൈസറുമായി ബന്ധപ്പെട്ട് നിലവിൽ റൺ ചെയ്യുന്ന കോഴ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ICDSൻ്റെ ക്രാഷ്, ICDSൻ്റെ റിവിഷൻ ക്രാഷ് കോഴ്സ് ഉണ്ട്, റിവിഷൻ ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ ICDSൻ്റെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഇങ്ങനെ നിലവിൽ 3 കോഴ്സുകളാണ് PSC എൽഡോസിൻ്റെ ഭാഗത്തു നിന്നും ICDSന് വേണ്ടി നിലവിൽ റൺ ചെയ്യുന്നത്. ഈ 3 കോഴ്സുകളും തന്നെ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. സ്വാഭാവികമായും ഇനി അതിലേക്ക് ചേരുന്നൊരു ഉദ്യോഗാർത്ഥിക്ക്, അല്ലെങ്കിൽ ആ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിക്ക് അത് എത്രത്തോളം സ്വീകാര്യമാണ് എന്നുള്ളത് സംശയമാണ്. കാര്യം അതിൽ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ആ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരപ്പെടില്ല. അതുകൊണ്ട് നിലവിൽ അത്തരത്തിൽ അഡ്മിഷൻ റൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ഇമ്പോർട്ടൻ്റായ 7ഓളം ചോദ്യങ്ങൾ. നിങ്ങൾക്കിതിനും ഈ ഒരു റാങ്ക് ഫയൽ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സംശയവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നു.
ഇനിയും ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളിൽ, അല്ലെങ്കിൽ ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്ന് സംശയിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു റാങ്ക് ഫയൽ വാങ്ങാൻ ശ്രമിക്കുക. സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല. പൂർണ്ണമായും ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു റാങ്ക് ഫയൽ പഠിച്ചു തീർക്കാൻ സാധിക്കും. ഉറപ്പായും ഈ റാങ്ക് ഫയൽ വാങ്ങിച്ച ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അവരോട് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ചോദിക്കാവുന്നതാണ്. ഉറപ്പായും നിങ്ങൾക്കതിൻ്റെ വ്യക്തമായൊരു ഫീഡ്ബാക്ക് ലഭിക്കും. ഉറപ്പായും നിങ്ങൾ ചിലവാക്കുന്ന പൈസയിൽ നിങ്ങൾ തൃപ്തരായിരിക്കും. ഒരിക്കലും ഈ റാങ്ക് ഫയൽ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഈ റാങ്ക് ഫയലിൻ്റെ ഡെമോയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ ഏകദേശം 50ഓളം പേജ് അടങ്ങിയ ഒരു ഡെമോ ഫയലാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു റാങ്ക് ഫയലിൻ്റെ സംക്ഷിപ്ത രൂപം. പൂർണ്ണ രൂപം നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളെ നിരാശപ്പെടുത്തില്ല.